അപ്പോൾ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് അറ്റ് 7:20 AM? ഈ എമ്മിന് പകരം പി എം ആണെങ്കിലും സെയിം ആംഗിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 30h-11/2 m എന്നുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ h എന്താണ്? 7 ആണ്. 30 × 7 210 മൈനസ് 11/2 × m. m എന്താണ്? 20. അപ്പോൾ 210 മൈനസ് 110 നമുക്ക് കിട്ടുന്ന ആൻസർ 100 ഡിഗ്രി. ഓക്കെ, അതാണ് ഇവിടെ ഓൾറെഡി ഉള്ള ആൻസർ. ഈ ആൻസറിലോട്ട് അല്ലെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഞാനിപ്പോൾ ചെയ്തത്. നമുക്ക് ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എക്സ്പ്ലനേഷൻ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ആൻസറിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മുടെ ധർമ്മം, അല്ലെ? ഓക്കെ, ഹൗ മെനി ടൈംസ് വിൽ ദ അവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ഇൻ 24 hours? അതാണ് നമ്മുടെ ചോദ്യം. 24 hours. നമ്മൾ കോയിൻസിഡൻസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. 12 മണിക്കൂറിൽ 11 തവണയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഒരു സമയത്ത് അത് 2 മണിക്കൂറിൽ ഒരു തവണ കോയിൻസൈഡ് ചെയ്യുന്നുള്ളൂ, ഒരു എക്സെപ്ഷണൽ കേസിൽ. അപ്പോൾ 12 മണിക്കൂറിൽ 11 തവണ, അപ്പൊ 24 മണിക്കൂറിലാണ് ഇവിടെ ചോദ്യം. 24 മണിക്കൂറിൽ 22 തവണ, അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, സോ ഓപ്ഷൻ സി വുഡ് ബി ദ ആൻസർ. ഇനി വാട്ട് ഈസ് ദ ആംഗിൾ ട്രേസ്ഡ് ബൈ അവർ ഹാൻഡ് ഇൻ 2.5 hours? ഇത് നമ്മൾ ആദ്യം പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ അവർ ഹാൻഡ് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് 12 മണിക്കൂർ കവർ ചെയ്യാൻ 360 ഡിഗ്രി കവർ ചെയ്യാൻ 12 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ 30 ഡിഗ്രി കവർ ചെയ്യാൻ 1 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2.5 hours കവർ ചെയ്യാനോ 1 മണിക്കൂർ കവർ ചെയ്യാൻ 30 ഡിഗ്രി. അപ്പോൾ 2.5 hour ആണെങ്കിൽ ഈ 30 × 2.5 ചെയ്താൽ മതിയല്ലോ. അതെന്താണ്? 75 ആണ് നമുക്ക് കിട്ടിയത്. 75 ഡിഗ്രി. 2.5 hours എത്താൻ നമുക്ക് 75 ഡിഗ്രി കവർ ചെയ്യാം. ഇപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. അറ്റ് വാട്ട് ടൈം ആർ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ടുഗദർ ബിറ്റ്വീൻ 6 and 7? ഇപ്പൊ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് എപ്പോഴാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, 6 മണി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ 6 എന്നുള്ള മാർക്കിംഗ് ഉണ്ടാവുക, അല്ലെ? 12 എന്നുള്ള മാർക്കിംഗ് ഇവിടെയാണ്. അപ്പൊ 6 മണിക്ക് നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇവിടെയും നമ്മുടെ അവർ ഹാൻഡ് ഇവിടെയാണുള്ളത്. ഓക്കെ, അതിനുശേഷം ഇത് 7 മണിയിലോട്ട് എത്താം. ഇനി ഈ 6 എന്നുള്ളത് നമ്മുടെ എത്രാമത്തെ മിനിറ്റ് മാർക്കിംഗ് ആണ്? 30ാമത്തെ മിനിറ്റ് മാർക്കിംഗ് അല്ലേ? കാരണം ഇവിടെ 5, 10, 15, 20, 25, 30, 30ാമത്തെ മാർക്കിങ്ങും കൂടെ ആണ് ഈ 6. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, 6 മണിക്ക് നമ്മുടെ മിനിറ്റ് ഹാൻഡ് 12-ന് നേരെയും നമ്മുടെ അവർ ഹാൻഡ് 6-ന് നേരെയും ആയിരിക്കും. ഈ 6 എന്ന് പറയുന്നത് നമ്മുടെ 30ാമത്തെ മിനിറ്റ് മാർക്കിംഗ് ആണ്. 5, 10, 15, 20, 25 അങ്ങനെ 30ാമത്തെ മാർക്കിംഗ് കൂടെയാണ് 6. അപ്പോ ഓൾറെഡി ഈ അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡിനേക്കാളും മുന്നിലാണ്, അല്ലെ? മറ്റേത് പിന്നിലാണ്. മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 12-ൽ നിൽക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി നമ്മുടെ അവർ ഹാൻഡ് ഓടി 6-ലെത്തി. അപ്പോൾ ഈ എത്ര മിനിറ്റ് മുന്നിലാണ്? 30 മിനിറ്റ് മുന്നിലാണ്. അപ്പൊ ഈ 30 മിനിറ്റിനെ ഓവർടേക്ക് ചെയ്യണം. ആർക്ക്? മിനിറ്റ് ഹാൻഡിന്. നമ്മൾ നേരത്തെ ഒരു ഓവർടേക്കിന്റെ കഥ പറഞ്ഞല്ലോ. മിനിറ്റ് ഹാൻഡിനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? മിനിറ്റ് ഹാൻഡിനെ അവർ ഹാൻഡിനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും നമ്മൾ പഠിച്ചു, അല്ലെ? 30 മിനിറ്റ് ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? 1 മിനിറ്റ് ഓവർടേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 12/11 മിനിറ്റ്സ് ആയിരുന്നു. അഥവാ 60/55 അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതാണ് 12/11. അപ്പൊ 30 മിനിറ്റ് ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? 12/11 × 30. ഓക്കെ, 12/11 × 30. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി അതെങ്ങനെ ഇതിലോട്ട് എത്തി എന്നുള്ളത് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്ത് തന്നെ എത്തണം. അപ്പൊ 30 × 12 എത്രയാണ്? 360. 360/11 ആയി. 360/11 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിന് 3 പ്രാവശ്യം പോകും. 33, 30, 32, 22, 8. റിമൈൻഡർ 8ഉം നമ്മുടെ കോഷ്യന്റ് 32.
അപ്പോൾ 32/8/11 എന്നതിനെ നമുക്ക് എഴുതാം. 32/8/11 മിനിറ്റ്സ് ആവുമ്പോൾ, അതായത് 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് കഴിഞ്ഞ് 8/11 മിനിറ്റ്സ് കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ 6ന്റെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത്. അതന്നെയാണ് നമ്മുടെ ഉത്തരവുമായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? നമ്മുടെ അവർ ഹാൻഡ് ഇപ്പം ഇരിക്കുന്നത് 6ലാണ്. 6 എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ് മാർക്കിങ്ങിലാണുള്ളത്. അതായത് നമ്മുടെ അവർ ഹാൻഡ് ഇപ്പോൾ മിനിറ്റ് ഹാൻഡിനേക്കാളും 30 മിനിറ്റ് മുന്നിലാണ്. ആ 30 മിനിറ്റിനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരമായി. അത് നമ്മൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്: 12/11 ഇൻറ്റു എത്രയാണോ ഓവർടേക്ക് ചെയ്യേണ്ടത്. ഇവിടെ 30ആണ്. 12/11 ഇൻറ്റു 30 ചെയ്തപ്പോൾ നമുക്ക് 32/8/11 എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ ട്രേസ്ഡ് ബൈ അവർ ഹാൻഡ് ബിറ്റ്വീൻ 3:45 AM ആൻഡ് 4:15 AM? ഇവിടെ 3:45 AM, 4:15 AM, അരമണിക്കൂർ വ്യത്യാസമാണ് ഈ രണ്ട് സമയങ്ങളും തമ്മിലുള്ളത് അല്ലെ? 3:45, അതായത് 3:45 4:15 തമ്മിൽ അരമണിക്കൂർ സമയമാണുള്ളത്. നമ്മൾ നേരത്തെ വളരെ സിമ്പിളായി പഠിച്ചാണ്, 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആണ് നമ്മുടെ അവർ ഹാൻഡ് കവർ ചെയ്യുന്നത്. അപ്പൊ അരമണിക്കൂറിൽ എത്ര ഡിഗ്രി ആവും കവർ ചെയ്യേണ്ടാവുക? 15 ഡിഗ്രി. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ആ ഉത്തരത്തിലോട്ട് എത്താം. ഇനി if in a mirror a clock shows 3:15, what will be the right time? ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്, നമ്മുടെ മിററിൽ കാണിക്കുന്ന, അതായത് ശരിക്കുള്ള ക്ലോക്കിൽ എത്ര സമയം നമുക്കറിയില്ല. നമ്മുടെ മിററിൽ കാണിക്കുന്ന സമയമാണ് 3:15, അതായത് മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് 3:15, അതായത് മൂന്നിനേക്കാളും കുറച്ച് മുന്നിലോട്ട് നമ്മുടെ അവർ ഹാൻഡ് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ 3:15 ആണ് നമ്മുടെ സമയം. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്ത് ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സിമ്പിൾ ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കുള്ള നമ്മുടെ ക്ലോക്കിൽ കാണിക്കുന്ന സമയവും നമ്മുടെ മിററിൽ കാണിക്കുന്ന സമയവും നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? നമുക്ക് 12 hours കിട്ടണം. ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3:15 എന്നുള്ള മിററിലെ ടൈം, അതും നമ്മുടെ ശരിക്കുള്ള ടൈമും ആഡ് ചെയ്താൽ നമുക്ക് 12 കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? 12ൽ നിന്ന് 3:15 കുറച്ചാൽ നമുക്ക് നമ്മുടെ ഉത്തരമായി അല്ലെ? 12ൽ നിന്ന് 3 കുറച്ചാൽ എന്തായി? 9 അതിൽ നിന്ന് ഒരു 15 മിനിറ്റ് കൂടെ കുറച്ച് 8:45 ആയിരിക്കും നമ്മുടെ ശരിക്കുള്ള സമയം